ഹീറ്റ് വേവ് ഒക്കെ നമ്മൾക്ക് ഈ വർഷമാണ് എനിക്ക് തോന്നുന്നു ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു എപ്പിസോഡ് ഈ അടുത്തുണ്ടായത്. അതല്ലാതെ ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് ആസ്ട്രേലിയയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഉദാഹരണം ഈ ഹജ്ജ് പീരീഡിൽ നടന്ന ഡെത്ത്, ഹീറ്റ് റിലേറ്റഡ് ഡെത്ത്, അതൊക്കെ ഈ വർഷമാണ് കൂടുതലായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രം പ്രത്യേകതയല്ല. അങ്ങനെയാണ് കാണുന്നത്. കാരണം ആദ്യം പറഞ്ഞൊരു നാച്ചുറൽ സൈക്കിൾ ഉണ്ട്. അപ്പോൾ ആ നാച്ചുറൽ സൈക്കിളിൽ എംബഡഡ് ആയിട്ട് ഹ്യൂമൻ ഇൻ്റർഫറൻസും കൂടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്ലോബൽ വാർമിങ് ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുമ്പോൾ എന്താ പറയുക, കുറച്ച് കൂടുതൽ ഈ ഹീറ്റ് അവൈലബിൾ ആണ്, മോയ്സ്ചർ അവൈലബിൾ ആണ്. അപ്പോൾ വെതർ സിസ്റ്റംസ് കൂടാം. അതാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫ്ലഡ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ അതിന് മറ്റേ ഫീഡ്ബാക്ക് മെക്കാനിസങ്ങൾ വേറെയും ഉണ്ടാവും. അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് സൈക്കിൾ എന്നുള്ള പോലെ. അപ്പോൾ എക്സ്ട്രീം ഇവൻറ്റ്സ് കൂടാനായിട്ടാണ് സാധ്യത ഇപ്പോഴും അനാലിസിസ് ഒക്കെ കാണിക്കുന്നത്.